പ്രിയ വിദ്യാർത്ഥികളെ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 07 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതായത് ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നു. ഓക്കെ, തീറ്റ ആംഗിളിൽ ഒരു ജനറൽ കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തീറ്റ ആംഗിളിൽ ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നു. സോ ഇതിൻ്റെ മേലെ അനുഭവപ്പെടുന്ന ഫോഴ്സ് അത് എത്രയായിരിക്കും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ എത്രയായിരിക്കും. സോ ഈ ഒരു കാര്യത്തിന് ഞാൻ സൂം ചെയ്ത് ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സിലിണ്ടർ ആയിരിക്കും. സോ അതിനെ സൂം ചെയ്ത് വരച്ചിരിക്കുന്ന ഇമേജ് ആണിത്. സോ ഈ ഇമേജ് വെച്ച് നമുക്ക് ഡിസ്കഷൻ മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, ശരി, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. എന്താ ഉള്ളത്, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്ട്രെങ്ത് ബി ആണ്, അതിലൊരു കണ്ടക്ടർ വെച്ചിരിക്കുന്നു, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, ലെങ്ത് എൽ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ജനറൽ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി, നമുക്കറിയാം ഒരു ചാർജിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് ഇങ്ങനൊരു ക്യൂ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ വി വെലോസിറ്റിയിൽ പോകുമ്പോൾ ഈ ഒരു ചാർജിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. റൈറ്റ്, ഇനി കണ്ടക്ടറിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലോ, ഇതിൽ ഒരുപാട് ചാർജുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊഴുകുന്ന ചാർജ് എന്താണ്? ഇലക്ട്രോൺ ആണ്. ഓക്കെ, സോ ഇതിലെ ഒരു ഇലക്ട്രോണിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ഓൺ സിംഗിൾ ഇലക്ട്രോൺ. ഒറ്റൊരു ഇലക്ട്രോണിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? ശ്രദ്ധിച്ചിരിക്കും കേട്ടോ, ഫോളോ ചെയ്തോളൂ, പെട്ടെന്ന് തന്നെ തീരും. ഓക്കെ, സിംഗിൾ ഇലക്ട്രോൺ എന്തായിരിക്കും? ഇ വി വെലോസിറ്റി ചെയ്തിട്ട് കൊടുക്കണം. കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഒഴുകുന്ന വെലോസിറ്റി എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഇ വി ഡി ഇൻറ്റു ബി സൈൻ തീറ്റ. ഓക്കെ, ഇത് മനസ്സിലായി? ഓക്കെ, ഒരു ഇലക്ട്രോണിൻ്റെ മേലുള്ള ഫോഴ്സാണിത്. ഇതിൻ്റെ ഉള്ളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണാണ് എന്ത്? എൻ. അതായത് ഒരു യൂണിറ്റ് വോളിയം, ഒരു സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണാണ് എന്ത്? എൻ. എൻ നമ്പർ ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 സെൻറ്റിമീറ്റർ ക്യൂബിൽ എത്രയായിരിക്കും? 2n ആയിരിക്കും. 3 സെൻറ്റിമീറ്റർ ക്യൂബിൽ എത്രയായിരിക്കും? 3n ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കംപ്ലീറ്റ് വോളിയം എന്താ? സിലിണ്ടറിൻ്റെ വോളിയം എ ഇൻറ്റു എൽ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? സോ കംപ്ലീറ്റ് വോളിയം, ഇവിടുത്തെ വോളിയം എത്രയാണ്? എ മൾട്ടിപ്ലൈഡ് ബൈ എൽ. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? ALN ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഇലക്ട്രോണിൻ്റെ മേലുള്ള ഫോഴ്സ് ഇതാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഇലക്ട്രോണിൻ്റെ മേലുള്ള ഫോഴ്സ് എന്തായിരിക്കും? ദിസ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് അല്ലേ? സോ ടോട്ടൽ ഫോഴ്സ് ഓൺ ദി straight current carrying conductor is equal to ALN multiplied by EVDB sin theta. റൈറ്റ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ഇല്ലതാ ഇനി ഓർഡറിൽ ചെയ്ത് നമുക്ക് ആര് കാണാം? VDENA ഇങ്ങോട്ടേക്ക് എഴുതാം. ഇങ്ങനെ ഓർഡറിൽ ചെയ്താൽ നമുക്ക് VDENA. ഓക്കെ, VDE then NA, ബാക്കി ആരുണ്ട്? LB സൈൻ തീറ്റ. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്കറിയാം വീണ അല്ലേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇത് കുഞ്ഞു ഡി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ. വീണ ഇതാരാണ്? കറണ്ടാണ്. 3rd ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കറണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് ഈ എടുക്കുന്നത്. ഓക്കെ, സോ ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇതിന് മൊത്തം I എന്ന് എഴുതി ഇൻറ്റു എൽ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ. റൈറ്റ്, സോ ദിസ് വിൽ ബി അവർ ഫൈനൽ ഇക്വേഷൻ. ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് കണ്ടക്ടർ ഡ്യൂ ടു ദിസ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു IBL സൈൻ തീറ്റ. IBL സൈൻ തീറ്റ. ഓക്കെ, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി?
ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്ഷൻ വേണ്ടേ? ഫോഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, മാഗ്നിറ്റ്യൂഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്ഷൻ. സോ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായി? ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ശരി. ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റ് ഹാൻഡ് പാം റൂൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദ റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, എൻ്റെ കൈയുടെ വലത് കൈയാണിത്. ഈ തമ്പിന് എന്ത് ചെയ്യണം? തമ്പിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പിന് വെക്കണം. ബാക്കി ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ പാം എങ്ങനെ ഇരിക്കുന്നു? പാം വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. പാമിൻ്റെ ഡയറക്ഷൻ ആയിരിക്കുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, മനസ്സിലായില്ല? എക്സാമ്പിൾ പറയാം. എന്താ ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? കറണ്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? തമ്പിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വെച്ചു. ദെൻ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ പാം എങ്ങോട്ടേക്കാ? അങ്ങോട്ടേക്ക്. സോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? അങ്ങോട്ടേക്ക്. റൈറ്റ്, ശരി, അങ്ങോട്ടേക്ക്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, ഫോഴ്സ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ അല്ലേ? ഇങ്ങനെ വെച്ചിരിക്കുന്നു. കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ്. കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. മനസ്സിലായി? ശരി. സോ നമുക്ക് ഡയറക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 എക്സാമ്പിളുകളൊക്കെ കാണാം. എക്സാമ്പിളുകൾ കൂടി നോക്കാം. ഓക്കെ, ശരി. അതിനുശേഷം നമുക്ക് 2-3 ബെസ്റ്റ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും. അതിനുള്ള കുറച്ച് ബെസ്റ്റ് ട്രിക്കും കൂടെ പറഞ്ഞു തരും. ഓക്കെ, ശരി. സോ ഇത് വായിക്കാം. വെരി ഗുഡ്. നമുക്ക് കുറച്ച് ഡയറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഡയറക്ഷൻ. ഇങ്ങനെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇതുമായിട്ടൊരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതിലൂടെ ഐ കറണ്ട് ഒഴുകുന്നു. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? മാച്ച് കളഞ്ഞോ? ഇതായിരിക്കുന്നു റൈറ്റ് ഹാൻഡ് പാം റൂൾ. തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പാം എന്തായിരിക്കും? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. നോക്കാം. തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ഇങ്ങനെ. റൈറ്റ്, ശരി. ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്ക്. ഓക്കെ, ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. മനസ്സിലാവും നമുക്ക്? ശരി, എങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കൂ. ബുക്കും പേനെടുത്ത് എഴുതിക്കൊണ്ടിരിക്കൂ. ബെസ്റ്റ് ലെക്ചർ നോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ. എക്സാമിൻ്റെ അവസാനം നിങ്ങൾ ഈ നോട്ടുകളാണ് റെഫർ ചെയ്യേണ്ടത്. കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ, എങ്കിൽ നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഒരു ഫിഗർ വന്നിരിക്കുന്നു. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിലൊരു കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നു. സോ ഇങ്ങനെ ഒരു ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻ ദിസ് കേസ്? ഇവിടെ ഒഴുകുന്ന കറണ്ട് ഐ ആണ്. ഓക്കെ, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു IBL സൈൻ തീറ്റ. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ആണോ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? തെറ്റായിരിക്കും. അത് തെറ്റിയത്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ലെങ്ത്. മാഗ്നറ്റിക് ഫീൽഡിനും ലെങ്ത്തിനും ഇടയിലുള്ള ആംഗിൾ ആണെന്ത്? തീറ്റ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? അങ്ങോട്ടേക്ക്. ഓക്കെ, ലെങ്ത് എങ്ങനെയാ? ഇങ്ങനെ. ഓക്കെ, ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. മനസ്സിലായി? സോ ഇവിടെ എന്തിട്ട് കൊടുക്കണം? സൈൻ 90 എന്നിട്ട് കൊടുക്കണം. ഈ ആംഗിൾ കണ്ടിട്ട് അവിടേക്ക് ഇടരുത്. ആംഗിൾ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് 30, ഇറ്റ് ഈസ് 90. സോ ദിസ് വിൽ ബിക്കം F ഈസ് ഈക്വൽ ടു IBL. മനസ്സിലായി? അതിൽ വരുത്താൻ പോകുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ചെറിയൊരു പ്രോബ്ലം. മനസ്സിലായി? ഓക്കെ, ശരി. എങ്കിൽ നല്ലൊരു പ്രോബ്ലം നോക്കാം. അതിലൂടെ പ്രോബ്ലംസ് ചെയ്യാനായിട്ടുള്ളൊരു സൂപ്പർ ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ശരി. വീണ്ടും ഇങ്ങനെ കുറേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതിലേക്ക് ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, ഇതിലൂടെ ഐ കറണ്ട് ഒഴുകുന്നു. ലെങ്ത് സെയിം ആണ്. ഇവിടെ L, ഇതും L ആണ്. ഓക്കെ, മനസ്സിലായി? ഇതിലൂടെ ഐ കറണ്ട് ഒഴുകുന്നു. നമുക്ക് തന്നിട്ടുണ്ട് ഈ ആംഗിൾ 30 ആണ്, ഈ ആംഗിൾ 30 ആണ്. സോ ഈ മൊത്തം കണ്ടക്ടറിൻ്റെ മേലുണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ്? F നെറ്റ്. ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ മേലുണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം?
അതായത് ഇതിൻ്റെ മേലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം, ശേഷം ഇതിൻ്റെ മേലുള്ള കണ്ടുപിടിക്കാം, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യാം, വെക്ടർ സം എടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ മേലുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും പറയൂ? ഇതിൻ്റെ മേലുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും? ആദ്യം നമുക്ക് ഡയറക്ഷൻ നോക്കാം. ഓക്കെ, ഡയറക്ഷൻ, ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും. വാല്യൂ എത്രയായിരിക്കും? ഫോഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? വാല്യൂ എത്രയായിരിക്കും? എഫ് ഈസ് ഈക്വൽ ടു IBL സൈൻ തീറ്റ. ഓക്കെ, സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ബി തന്നെയാണ്. ഓക്കെ, ശരി. തീറ്റയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? ഇതാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ, കണ്ടക്ടർ ഇങ്ങനെ. ഓക്കെ, കണ്ടക്ടർ ഇങ്ങനെ, ഇവർക്കിടെയുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. 30 എന്നൊന്നും എഴുതി വയ്ക്കരുത്, ദിസ് വിൽ ബി 90 ഡിഗ്രി. സോ എഫ് ഈസ് ഈക്വൽ ടു IBL അല്ലേ? ഈ കണ്ടക്ടറിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? ഈ കണ്ടക്ടറിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു IBL. ഓക്കെ, അതുപോലെ ഈ കണ്ടക്ടറിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഫോഴ്സ്. പാം വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ഈ കണ്ടക്ടറിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇതും എന്തായിരിക്കും? IBL തന്നെയായിരിക്കും. മനസ്സിലായി? ഇവിടെ ഫോഴ്സ് എന്തായിരിക്കും? IBL ആയിരിക്കും. ഓക്കെ, ഈ കണ്ടക്ടറിൻ്റെ മേൽ IBL, ഈ കണ്ടക്ടറിൻ്റെ മേൽ IBL. ടോട്ടൽ ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്, എഫ് നെറ്റ്. ഈ മൊത്തം സിസ്റ്റത്തിൻ്റെ മേലുള്ള ഫോഴ്സ് എന്തായിരിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ട് ഫോഴ്സുകളുടെ വെക്ടർ സം എടുക്കണം. എന്താ, ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഈക്വൽ ടു IBL. ഈ ഫോഴ്സ് എത്ര? എഫ് ഈക്വൽ ടു IBL. ഓക്കെ, രണ്ടിൻ്റെ വെക്ടർ സം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇവർക്കിടെയുള്ള ആംഗിൾ വേണം. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കൂ, ഇത് 30 ആണ്. സോ ഇത് എത്രയായിരിക്കും? ഇങ്ങനെ ഒക്കെ വരച്ചു എന്ന് വിചാരിക്കൂ. ഇത് 30 ആണ്, ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി. സോ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി അല്ലേ? ഇത് മൊത്തം 90. സോ ഇത് 30, ഇത് 30, ഇത് 60 ഡിഗ്രി, റൈറ്റ്? ഓക്കെ, സോ ഈ ആംഗിൾ 60 ആണ്. സോ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ കമ്പോണൻറ്റ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് കോസ് 60 ആയിരിക്കും. ഓക്കെ, എഫ് കോസ് 60. ഓക്കെ, ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റോ എഫ് സൈൻ 60 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ റിസോൾവ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഈ കമ്പോണൻറ്റ്, മനസ്സിലായില്ലേ? നോക്കി ശ്രദ്ധിക്കും. ഇത് 30 ആണ്. ഇതെന്തായിരിക്കും? പാരലൽ ലൈൻസിനിടെയുള്ള ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇത് 30 ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് മൊത്തം 90 ആണ്, ഇത് 30 ആണെങ്കിൽ 60 ആയിരിക്കും. ഓക്കെ, 60 ആണെങ്കിൽ ഈ കമ്പോണൻറ്റ് എന്തായിരിക്കും? എഫ് കോസ് 60. ഇനി ഈ കമ്പോണൻറ്റ് വെക്ടർ, ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? എഫ് സൈൻ 60. ഓക്കെ, ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവരെന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. മനസ്സിലാവുന്നു? ഇവരുടെ ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, സോ ഈ രണ്ട് കമ്പോണൻസ് ക്യാൻസൽ ചെയ്ത് പോകുന്നു. ബാക്കി ആരുണ്ടാവുക? ഈ രണ്ട് കമ്പോണൻസ്, അതായത് എഫ് കോസ് 60 പ്ലസ് എഫ് കോസ് 60. അതായിരിക്കും എന്ത്? നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എഫ് കോസ് 60 പ്ലസ് എഫ് കോസ് 60. ഓക്കെ, എഫിൻ്റെ വാല്യൂ അറിയാം, ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാ? IBL. സോ ദിസ് ഈക്വൽ ടു IBL. രണ്ട് എഫ് ഉണ്ടല്ലോ, 2IBL cos 60. cos 60യുടെ വാല്യൂ √3/2, റൈറ്റ്? cos 60 √3/2. ശരിയാണ്, ശരി. 2 ക്യാൻസൽ. സോ ദിസ് ഈക്വൽ ടു √3. cos 60യുടെ വാല്യൂ 1/2. സോ 2 ക്യാൻസൽ. സോ ദിസ് ഈക്വൽ ടു, സോ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു IBL. മനസ്സിലായി? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു IBL. ഓക്കെ, ഓക്കെ. ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രിക്ക് പറയട്ടെ. ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ റിസോൾവ് ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറണ്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇവിടെ നിന്ന്. ഓക്കെ, സോ ഈ ലെങ്ത്തിൽ കൂടെ പോയി, ദെൻ ഈ ലെങ്ത്തിൽ കൂടെ പോയി. ഓക്കെ, ഓക്കെ. സോ ഇനീഷ്യൽ പോയിന്റ് ഇവിടെയാണ്, ഫൈനൽ പോയിന്റ് ഇവിടെയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇനീഷ്യലിനും ഫൈനലിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എടുക്കൂ. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ്. ട്രിക്കാണ് പറയാൻ പോണത്. ഇതേ കാര്യം തന്നെ കണ്ടുപിടിക്കാനായിട്ടുള്ള വേറൊരു വഴി, ഒരു എളുപ്പ വഴി. ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിന്റ്. ഇനീഷ്യലി കറണ്ട് ഇവിടെയാണ്, ഫൈനലി ഇവിടെയായിരുന്നു. ഇവർക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളെ ഫോഴ്സ് നെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എഫ് ഈക്വൽ ടു IBL സൈൻ തീറ്റ. ഇതിലെ എല്ലിൻ്റെ വാല്യൂ നിങ്ങൾ എന്തിട്ട് കൊടുക്കൂ? ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ഇട്ട് കൊടുക്കൂ. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. എൽ എന്താണെന്ന് കൊടുക്കൂ? എൽ ഈക്വൽ ടു എപ്പോൾ എന്തായിട്ട് എടുക്കൂ? ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ആയിട്ട് എടുക്കൂ. നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കിട്ടും. ഈ ലെങ്ത്തിൻ്റെ വാല്യൂ ഇത് ഇട്ട് കൊടുത്താൽ മതി. ഈ ലെങ്ത്തിൻ്റെ വാല്യൂ എന്താ?
ഇത് എല്ലാണ് അല്ലേ ഐസോസ്ലസ് ട്രയാങ്കിൾ. ഈ ആംഗിൾ എത്രയാണ്? മൊത്തം 60 ഡിഗ്രിയാണ്. ഇത് എത്രയാണ്? 60. അതായത് ഇതാരാണ്? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഈ ലെങ്ത് എന്തായിരിക്കും? എൽ തന്നെയായിരിക്കും. സോ ഡയറക്റ്റ് ആയിട്ട് എല്ലിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതിയെന്നു. ഓക്കെ, തീറ്റ എന്താ? ഈ എല്ല് കൺസിഡർ ചെയ്യൂ, ബാക്കി എല്ലുകളൊക്കെ വിടൂ. ഓക്കെ, ഈ എല്ല് ഇങ്ങനെ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ്. ഇവർക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ ഡയറക്റ്റ് ഇവിടെ തന്നെ ആംഗിൾ എത്രയാവും? 90 ഡിഗ്രി. സോ ദിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു IBL. ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടിയെന്ന്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പുറകിലേക്ക് പോയിട്ട് വീണ്ടും മനസ്സിലാക്കൂ. അത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് മനസ്സിലായി. IBL ആണ് ഫോഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഡയറക്റ്റായിട്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഈക്വൽ ടു IBL സൈൻ തീറ്റ, അതിലെ ലെങ്ത് എന്തിട്ട് കൊടുക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ഇട്ട് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാക്കാം. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഓക്കെ ശരി. അടുത്ത പ്രോബ്ലം നോക്കിയോളൂ, പെട്ടെന്ന് മനസ്സിലാവും. ഒരു നല്ലൊരു പ്രോബ്ലം ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, ഇങ്ങനെ കുറേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് ഇങ്ങനെ ഒരു കണ്ടക്ടർ വെച്ചിരിക്കുന്നു. കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാകാൻ പോകുന്നു. ഇതിലൂടെ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു, കറണ്ട് ഒഴുകുന്നു. ഓക്കെ, കറണ്ട് ഒഴുകുന്നു. പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മൊത്തം സിസ്റ്റത്തിന് മേലുള്ള F net, മൊത്തം സിസ്റ്റത്തിന് മേലുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? IBL സൈൻ തീറ്റ എന്നുള്ള ഫോർമുല തന്നെ ഉപയോഗിക്കൂ. ലെങ്ത്തിന് പകരം എന്തിട്ട് കൊടുക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് കൊടുക്കുക. കറണ്ട് ഇവിടെ നിന്നാണ് കറണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കൂ. ഇങ്ങനെ എത്തി. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0. അതായത് ഇതിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിക്കും 0 ആണോ? ഇതിൻ്റെ മൊത്തത്തിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. പറ്റില്ല? കണ്ടോളൂ. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇനി ചെക്ക് ചെയ്യാം. ശരിയാണോ നോക്കാം. ഈ ഭാഗത്തിന് ചെക്ക് ചെയ്യാം. ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്ക്. ഈ ഭാഗത്തിന് മേലുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇനി ഈ ഭാഗം നോക്കൂ. ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? അങ്ങോട്ടേക്ക്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. കറണ്ട് സെയിമാ രണ്ടിക്കോടെയും, മാഗ്നറ്റിക് ഫീൽഡ് സെയിമാ, ലെങ്ത്തും സെയിമാ. ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഈ രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ തന്നെ ടോപ്പിലും ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഫോഴ്സ് എങ്ങോട്ടേക്ക്? മേലേക്ക്. ഓക്കെ, ഇനി ഈ ഭാഗത്തേക്ക് നോക്കൂ. ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഫോഴ്സ് എങ്ങോട്ടേക്ക്? താഴേക്ക്. ക്യാൻസൽ ചെയ്ത് പോയി. സോ നെറ്റ് ഫോഴ്സ് എത്രയാ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. അതന്നെയല്ലേ ഇവിടെയും കിട്ടിയത്. ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? IBL സൈൻ തീറ്റ എന്നുള്ളിടത്ത് എന്തിട്ട് കൊടുക്കുക? ലെങ്ത്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത്ത് ഇട്ട് കൊടുക്കുക. മനസ്സിലായി? സോ ഇത് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും. ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും? ഏതൊരു ക്ലോസ്ഡ് ലൂപ്പിൽ കൂടെ മാഗ്നറ്റിക് കറണ്ട് ഒഴുകുമ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ക്ലോസ് ലൂപ്പുകളിൽ കൂടെ കറണ്ടിനെ നമ്മൾ ഫ്ലോ ചെയ്യിപ്പിക്കുന്നു. നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0. ബിക്കോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ആണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ക്ലോസ്ഡ് ലൂപ്പ് വിൽ ബി ഈക്വൽ ടു 0. സോ എഴുതി വെച്ചോളൂ, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ടിനെ ഒഴുക്കുന്നു. ട്രയാങ്കിൾ ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സർക്കിൾ ആയിക്കൊള്ളട്ടെ, നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ ലെങ്ത്തിൻ്റെ മേലും ഫോഴ്സ് എന്തായിരിക്കും? ഇതിൻ്റെ മേലുള്ള ഫോഴ്സ് 0 അല്ല, പക്ഷേ ഈ മൊത്തം സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് F net ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, ഇനി നല്ലൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലാസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കുക. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, അങ്ങോട്ടേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതിലേക്ക് ഇങ്ങനെ ഒരു ആർക്ക് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ റേഡിയസ് 6 ആണ്. ഇതിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നു. ഓക്കെ, സോ ഇതിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? F net കണ്ടുപിടിക്കണം. F net ഈക്വൽ ടു IBL സൈൻ തീറ്റ അല്ലേ? തീറ്റ എന്താണ്? തീറ്റ 90 ഡിഗ്രിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങോട്ടേക്ക്. സോ സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങോട്ടേക്ക്. സർക്കിളിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഈ ലെങ്ത് പെർപെൻഡിക്കുലർ, ടോപ്പ് പെർപെൻഡിക്കുലർ അല്ല, എല്ലാ ഭാഗവും പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ തീറ്റ ഈക്വൽ ടു 90 ആയിരിക്കും ഈ ഒരു കേസിൽ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം?
ചെയ്യേണ്ട കാര്യം ലെങ്ത്തിന് പകരം എന്ത് കൊടുക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ഇട്ട് കൊടുക്കണം. അതായത് ഇനീഷ്യലി കറണ്ട് എവിടെ, ഇവിടെ, ഫൈനലി കറണ്ട് എവിടെ, ഇവിടെ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് റേഡിയസ് r ആണ്. സോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2r ആയിരിക്കും. സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു 2r എന്നിട്ട് കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു 2IBR. ഇതായിരിക്കും എന്ത്, നെറ്റ് ഫോഴ്സ്. നിങ്ങൾ തെറ്റിയിട്ട് ലെങ്ത്തിന് പകരം ഇതിട്ട് കൊടുക്കരുത് ഒരിക്കലും. എഫ് നെറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കരുത്. എഫ് നെറ്റ് ഈക്വൽ ടു IB, എല്ലിന് പകരം നിങ്ങൾ എന്തിട്ട് കൊടുക്കും, മൊത്തം സർക്കിളിൻ്റെ പകുതി അല്ലേ, 2πr/2 എന്നൊക്കെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, തെറ്റായിരിക്കും. കാരണം നമ്മൾ അവിടെ ഇട്ട് കൊടുക്കേണ്ട ലെങ്ത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യം. ഒരു സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വയ്ക്കുമ്പോൾ അതിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും, IBL sin θ. ഓക്കെ, അതിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ആണ്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പാണ് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുന്നതെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മളൊരു അടുത്തൊരു 3-4 ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും. അതിനോടൊപ്പം തന്നെ പുതിയൊരു സെക്ഷൻ നമ്മൾ തുടങ്ങാൻ പോവാണ്. +2 ഫിസിക്സിലെ 2ാമത്തെ ടെക്സ്റ്റിലെ കുറച്ച് ചാപ്റ്ററുകൾ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ആറ്റംസ്, ന്യൂക്ലിയസ്. ഈ 3 ചാപ്റ്ററുകളും 10 ക്ലാസ്സുകൾ കൊണ്ട് കംപ്ലീറ്റ് കൺസെപ്റ്റുകൾ പറഞ്ഞു തരുന്നതാണ്. സോ അങ്ങനെ ഒരു സെക്ഷൻ തുടങ്ങുന്നു എങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഈ സെക്ഷനായിട്ട് കാണാം. അതല്ലെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ഏതെങ്കിലും ആയിട്ട് വീണ്ടും കാണാം. ശരി.